ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ ചേരുവയിൽ ചായ തിളക്കുമ്പോഴേക്കും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പച്ചയായിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. നമ്മളുടെ എരിവിന് പാകത്തിന് പച്ചമുളക് ചേർത്താൽ മതി. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി, അതും നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം അരയാൻ പാകത്തിനാണ് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ 6 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 എണ്ണവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. ആ ഒരു ഉള്ളിയുടെയും ഉരുളക്കിഴങ്ങിൻ്റെയും ആ ഒരു പറ്റിൽ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കടലപ്പൊടി ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുഴച്ച് വരുമ്പോൾ നമുക്ക് പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരല്പം പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഉള്ളിയുടെ വലുപ്പം, ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പം അതിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ആ ഒരു അളവ് മാറി വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. കയ്യിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കാത്ത രീതിക്ക് വേണം കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ആക്കിയെടുക്കാം. ഞാനിതിപ്പോൾ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് തന്നെ തയ്യാറാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് അനക്കാതെ വയ്ക്കുക. ഒരു ഭാഗം ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ മാത്രം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു ഭാഗം. ഞാനിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. എങ്കിൽ മാത്രമേ ഉള്ളോളം വെന്ത് വരുള്ളൂ. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ബ്രെഡ് ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.